ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി വീടുകളിലൂടെ അങ്ങനെ ഓരോ കണക്കുകൾ എടുത്തു പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ കയറി അവിടെയുള്ള രേഖകൾ ചോദിച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാത്റൂമിൽ നിന്ന് ഒരു കുട്ടി, ഒരു പെൺകുട്ടി, ഒരു 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടിയായിരിക്കും. ആ കുട്ടി ഞങ്ങളുടെ മുമ്പിലൂടെ കുളി കഴിഞ്ഞ് അവൾ ഓടിപ്പോയി, നേരെ ബെഡ്റൂമിൽ പോയി. ബെഡ്റൂമിൽ കയറിയ ഉടനെ അവിടെ നിന്നൊരു കരച്ചിലാണ് കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന അവരുടെ ഉമ്മയും അതുപോലെ തന്നെ അവരുടെ ജ്യേഷ്ഠത്തിമാരും ഒക്കെ ഓടിച്ചെന്നു, കരഞ്ഞ് ഓടിച്ചെന്ന് ആ കുട്ടിയെയും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി നേരെ പോയി സ്വിച്ച് ഇട്ടപ്പോൾ അതിൽ നിന്ന് ഷോക്കടിച്ച് വായിലൂടെ ഒരു നൊരയൊക്കെ വന്ന് നിലത്തേക്ക് മലർന്നടിച്ച് വീണിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയെ എടുത്തുകൊണ്ടാണ് ഇവർ ഈ ഹാളിലേക്ക് വരുന്നത്. എന്നിട്ട് ആ കുട്ടിയെ അവിടെ കിടത്തി ഈ കുട്ടി കയ്യും കാലും ഇട്ട് അടിച്ചുകൊണ്ട് പിന്നെ കരയാണ്. ആ സമയത്ത് ആ 3 ആളുകളുടെ നാവിൽ നിന്നും ഞാൻ കേട്ടത്, ബദരീങ്ങളെ എൻ്റെ കുട്ടിനെ രക്ഷിക്കണേ എന്നാണ്. സഹോദരിമാരെ, നിങ്ങൾ ആലോചിക്കൂ, സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ കൈകളിൽ കിടന്ന് പെടയുമ്പോൾ പോലും അല്ലാഹുവേ എൻ്റെ മകനെ കാക്കണേ, എൻ്റെ മകളെ കാക്കണേ, രക്ഷപ്പെടുത്തണേ, ജീവൻ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ സഹോദരിമാർക്ക് കഴിയുന്നില്ല എങ്കിൽ എത്രമേൽ അപകടമാണ് നമ്മുടെ കാര്യമെന്ന് നമ്മൾ ആലോചിക്കണം. ഈ ചിന്ത ഇന്ന് എവിടെ വരെ എത്തി? അങ്ങ് കോഴിക്കോട് മടവൂർ എന്ന് പറയുന്ന പ്രദേശത്തൊരു ഖബറിൽ കിടക്കുന്ന CM മടവൂർ എന്ന് പറയുന്ന എത്രയോ മാസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ് ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന് വരെ ഇവിടെ ആളുകൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന വിമാനത്തെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ICUവിൽ മരണത്തോട് മല്ലടിക്കുന്ന രോഗിയെ, ആ രോഗി അവസാനം മരണപ്പെട്ടപ്പോൾ ICUവിലേക്ക് ഇദ്ദേഹം കടന്നു വന്ന് ആ മരിച്ച വ്യക്തിക്ക് 2ാമത് ജീവൻ കൊടുത്തു എന്നാണ് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെ എത്തി വിശ്വാസം നോക്കൂ നിങ്ങൾ. ഇവിടെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത്തരം വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നമ്മൾ കഴുകിക്കളയാതെ അള്ളാഹുവിനോട് മാത്രം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ആ 17 തവണ നമ്മൾ അള്ളാഹുവിനോട് പറയുന്ന ആ കാര്യം ജീവിതത്തിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നതാണ്.